ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ആറന്മുള വള്ളസദ്യയുടെ കുറച്ച് വിശേഷങ്ങൾ ഞാനിന്ന് കാണിച്ചു തരാമേ. അപ്പം നമുക്ക് ഞായറാഴ്ച ഒരു വള്ളസദ്യ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് വള്ളസദ്യക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കരയുടെ വള്ളം എന്ന് പറയുന്നത് നെല്ലിക്കൽ പള്ളിയോടമാണ്. അപ്പം നമ്മുടെ നെല്ലിക്കൽ പള്ളിയോടത്തിനായിരുന്നു വള്ളസദ്യ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വള്ളസദ്യ കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ വള്ളം ഒരുക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ വള്ളമൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ആറന്മുള അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും പിന്നെ ഞാനും വിവേകിൻ്റെ അമ്മയും ചേച്ചിയും കുഞ്ഞും നമ്മളെല്ലാവരും ഇവിടെ കരയ്ക്ക് നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ വള്ളത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വള്ളമൊക്കെ അണിയിച്ചൊരുങ്ങിയതിന് ശേഷം ആറന്മുളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11:30 ആയപ്പോഴത്തേക്ക് ആറന്മുള അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മളൊക്കെ ഇവിടെ വള്ളം പോകുന്നത് കാണാനായിട്ട് നിൽക്കുമായിരുന്നേ. അപ്പോൾ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയുണ്ട്, അമ്മയുടെ ഫ്രണ്ട്സുണ്ട്, പിന്നെ വിവേകിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നേ. നമ്മൾ വള്ളസദ്യയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ വള്ളം അണിയിച്ചൊരുക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പം വള്ളമെല്ലാം അണിയിച്ചൊരുങ്ങിയതിന് ശേഷം ആളുകളൊക്കെ വള്ളത്തേൽ കയറി ഇരുന്നതിന് ശേഷം പിന്നീടാണ് വെറ്റ പോലെ വഴിപാടായിട്ട് മേടിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വള്ളം ഇവിടുന്ന് ആറന്മുളയിലോട്ട് പുറപ്പെടുന്നത്. വള്ളം ഇവിടെ എത്തിയതിന് ശേഷം ഇവിടുന്നാണ് അമ്പലത്തിലോട്ട് സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവർ വള്ളത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുമായിരുന്നേ വള്ളത്തെ കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നേ. അപ്പോൾ വിവേകിൻ്റെ അളിയനൊക്കെ ആദ്യമായിട്ടാണ് വള്ളത്തെ കയറുന്നത്. ആറന്മുള
നമ്മളെ വള്ളസദ്യയിൽ പാടി ചോദിച്ചിട്ടാണ് നമ്മൾ വിഭവങ്ങൾ ഓരോന്നും മേടിക്കുന്നത്. ഓരോ വിഭവങ്ങൾക്കും ഓരോ പാട്ടുകളുണ്ട്. അപ്പം അതിനകത്തെ കുറച്ച് പാട്ടുകൾ ഞാനിവിടെ ആഡ് ചെയ്യണേ. നമ്മുടെ ശബരിമല ധർമ്മശാസ്താവിന്റെ ഇഷ്ടബോധനമായ ഉണ്ണിയപ്പോ വരവണയും കൊണ്ട് വരണം ഇപ്പോ. കുടത്തിലാക്കി തന്നുവെന്നാൽ ആനന്ദവോടെ ഉദിച്ചിടാം ഞങ്ങൾ ഇന്ന്. പൈതലുണ്ട് അത് നിറച്ചു ആണോയിരിക്കാമോ അതിന്റെ രസങ്ങളോർക്കാൻ. കൊണ്ടുവായോ തകത